എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇരുന്നു കൊണ്ട് കാൽപാദങ്ങൾ വ്യായാമം ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ട്, അവർ കുറേ നാളുകളായിട്ട് ഇരിപ്പാണ്, അവർക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ദീർഘദൂരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും കാലുകളിൽ നീര്, വേദന, നടക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ തന്നെ ഈ വ്യായാമം ചെയ്യാം. ഇത് ചെയ്യുന്നതിലൂടെ രക്തയോട്ടം വർദ്ധിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അവരുടെ കാലുകളിലേക്ക് രക്തയോട്ടം കുറയും. അതുകൊണ്ട് പാദങ്ങൾ ഇപ്പോൾ ഓഫീസിലൊക്കെ ഒരുപാട് നേരം ഇരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പാദങ്ങൾ 1 മണിക്കൂർ ഇടവിട്ട് ഈ ഒരു വ്യായാമം ചെയ്യണം കേട്ടോ. ആരും കാണണ്ട, നിങ്ങളുടെ ക്യാബിൻ്റെ അടിയിൽ ഈ കാല് വെച്ചിട്ട് ഇങ്ങനെ വ്യായാമം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അത് കാൽമുട്ടിലെയും പാദങ്ങളിലേക്കുമുള്ള രക്തോട്ടം കൂടുകയും പാദങ്ങളിലെ വേദന, തരിപ്പ് ഇവയൊക്കെ മാറി പിൽക്കാലത്ത് ജോലിയൊക്കെ തീരുന്നൊരു സമയത്ത് നിങ്ങൾക്ക് സുഖമായി നടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേശികളുടെ കരുത്ത് കൂട്ടുവാനും പാദങ്ങളിലെയും കണങ്കാലിലെയും ചെറിയ പേശികളെയും അസ്ഥിബന്ധങ്ങളെയും ശക്തിപ്പെടുത്താനും സഹായിക്കും. മറ്റൊന്ന്, പേശിവേദന, ദിവസം മുഴുവൻ നടക്കുക, നിൽക്കുക ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെയധികം ആശ്വാസം കിട്ടുന്നതാണ്. കാൽപാദങ്ങളുടെ വിരലുകളുടെയും ചെറിയ പേശികൾക്കുള്ള ബലക്കുറവ് ഇതോടെ മാറിക്കിട്ടുന്നതാണ്. മറ്റൊന്ന്, കാൽപാദങ്ങളിൽ ഉള്ള നീര്, തരിപ്പ്, അതുപോലെ പ്രമേഹമുള്ളവർ എല്ലാം തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ കാലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ശരീരത്തിൻ്റെ ഒരു ബാലൻസ്, നമ്മുടെ ശരീരത്തിന് ചിലപ്പം ഒരു 70 കിലോ 80 കിലോ ഒക്കെ ഉണ്ട്, പാദങ്ങളാണ് ഇതെല്ലാം താങ്ങി നിർത്തുന്നത്. അപ്പോൾ കാൽപാദത്തിൻ്റെ മുകളിലേക്കുള്ള ഭാരം മുഴുവൻ താങ്ങുന്ന പാദങ്ങൾക്ക് നല്ല കരുത്ത് വേണം അല്ലേ. അതിന് ഈ വ്യായാമം ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. പിന്നെ അതൊക്കെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഇരുന്ന് തന്നെ ചെയറിലേക്ക് ഉന്തി നടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ തന്നെ ഇത് ചെയ്യണം. ഒരു വീൽ ചെയർ ഉപേക്ഷിച്ചിട്ട് നമ്മൾക്കിങ്ങനെ ഈ ഒരു എക്സസൈസിലൂടെ നടക്കാൻ സാധിക്കും. അത് ഞാൻ ഉറപ്പ് പറയുകയാണ്. വളരെ വേഗം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.